പുതുതായി അനുവദിച്ച കരുനാപ്പള്ളി തെങ്കാശി KSRTC ഇന്റർസ്റ്റേറ്റ് ബസിന് പുത്തൂരിൽ സ്വീകരണം നൽകി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുത്തൂർ യൂണിറ്റും പുത്തൂർ ടൗൺ ക്ലബും ചേർന്നാണ് സ്വീകരണം നൽകിയത്. കരുനാഗപ്പള്ളിയിൽ നിന്നും രാവിലെ 4:50 പുറപ്പെട്ട് പുത്തൂരിൽ 5:20 തെങ്കാശിയിൽ നിന്നും 8:20 തിരിച്ച് 11:20 പുത്തൂരിലും 1:50 കരുനാഗപ്പള്ളിയിൽ നിന്നും പുറപ്പെട്ട് 2:20 പുത്തൂരിലും 6 മണിക്ക് തെങ്കാശിയിൽ നിന്നും തിരിച്ച് 9:10 പുത്തൂരിലും 9:50 കരുനാഗപ്പള്ളിയിലും എത്തുന്ന തരത്തിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. പൊതുപ്രവർത്തകർ ടൗൺ ക്ലബിന് വേണ്ടി ഇങ്ങോട്ടോട്ട് നോക്കണേ. ടൗൺ ക്ലബിന് വേണ്ടിയിട്ട് ചെയ്തോ. തെങ്കാശി കരുനാഗപ്പള്ളി ബസ് സർവീസ് പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കഴിഞ്ഞ സ്നേഹസ്പർശം പരിപാടിയിൽ നമ്മുടെ KB ഗണേഷ് കുമാർ മന്ത്രി വന്നപ്പോൾ നമ്മളൊരു നിവേദനം നൽകിയിരുന്നു. അപ്പം പുത്തൂരും പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് രാവിലെ കൊട്ടാരക്കരയും മറ്റ് സ്ഥലങ്ങളിലും എത്തുന്നതിനുള്ള ഒരു സൗകര്യമാണ്. നേരത്തെ വർഷങ്ങളായി കടപുഴ എന്ന് പറയുന്നൊരു സർവീസ് ഉണ്ടായിരുന്നു. ആ സർവീസ് നിലച്ചതോടുകൂടി പുത്തൂരിലെ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കൊട്ടാരക്കരയും മറ്റ് പ്രദേശങ്ങളിലും എത്താൻ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. ഈ സാഹചര്യം മനസ്സിലാക്കി മന്ത്രിയെ ബോധിപ്പിച്ച് മന്ത്രി അതിനകത്ത് അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ റൂട്ട് അനുവദിച്ചത്. അതിന് ഈ സർക്കാരിനെയും ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറിനെയും ഈ അവസരത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് വേണ്ടി പുത്തൂർ യൂണിറ്റ് അഭിനന്ദിക്കുകയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന വെച്ചാൽ നമ്മുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു രാവിലെ ഒരു വണ്ടിയും രാത്രി 7 കഴിഞ്ഞൊരു വണ്ടിയും വരേണ്ടത്. കാരണം കടപുഴ നിർത്തി കോവിഡിന് ശേഷം. അപ്പോൾ ഇത് ഒരു പുതിയ ബസ് സർവീസ് പുത്തൂരിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർ സ്റ്റേറ്റ് സർവീസ് ആരംഭിക്കുന്നത്. കരുനാഗപ്പള്ളി വഴി തെങ്കാശി വരെ ഈ ബസ് ഇവിടെ രാവിലെ 4:50 വരും. വൈകിട്ട് 4:50 വരെ വണ്ടി വൈകിട്ട് തിരിച്ച് വീണ്ടും പോയിട്ട് 2:20 വീണ്ടും തെങ്കാശിക്ക് പോകും. അങ്ങനെ 2 ട്രിപ്പ് അങ്ങോട്ടും 2 ട്രിപ്പ് ഇങ്ങോട്ടും. ഇതുകൊണ്ട് പ്രയോജനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് 7 മണിക്ക് മെഡിക്കൽ കോളേജിൽ 8 മണിക്ക് ചെല്ലേണ്ടവർക്ക് ഇവിടെ നിന്നും കൊട്ടാരക്കര ഇറങ്ങി കോട്ടയമോ എറണാകുളമോ തിരുവനന്തപുരമോ എവിടെ വേണമെങ്കിലും വളരെ സൗകര്യമാണ്. തിരിച്ചതുപോലെ വൈകിട്ട് 10-9 വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കരുനാഗപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് പിന്നെ തൃശ്ശൂരോ പിന്നെ നമ്മുടെ ഗുരുവായൂരോ എവിടെ വേണമെങ്കിലും അങ്ങനെ ഒരു വളരെ പ്രയോജനമാണ്. ഇത് നിലനിർത്തണമെന്നാണ് ഞാൻ വ്യാപാരി വ്യവസായിക്കും ടൗൺ പറയാനുള്ളത്. ഇന്ന് നമ്മൾ പുത്തൂർ വഴി കരുനാഗപ്പള്ളി തെങ്കാശി റൂട്ടിലേക്ക് ഒരു ബസ് ഗണേഷ് കുമാർ അനുവദിച്ചു. അത് നമുക്ക് വളരെ സന്തോഷം. ഇപ്പോൾ അത് അതിന് ഒരു സ്വീകരണം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ടൗൺ ക്ലബിൻ്റെയും വ്യാപാരി വ്യവസായയുടെയും പേരിൽ നമ്മൾ അതിൻ്റെ സ്വീകരണം കൊടുക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളെല്ലാവരും സഹായിക്കുന്നത് വളരെ സന്തോഷം. ഇത് ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാണ്. ഇപ്പോൾ പോയിട്ട് അത് വൈകിട്ട് രാത്രിയിൽ 8 മണിക്ക് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ വരും. 8:20 അവിടുന്ന് ഇങ്ങോട്ട് തിരിക്കും. അന്നേരം ലാസ്റ്റ് 2 ട്രിപ്പുണ്ട്. അന്നേരം അവർക്ക് ലാസ്റ്റ് കൊട്ടാരക്കര വരുന്നവർക്ക് ഈ ബസ്സിൽ നമുക്ക് പുത്തൂർ വഴി കരുനാഗപ്പള്ളി വരാം. അങ്ങനെ ഒരു സൗകര്യം കൂടെ ഉണ്ട്. എന്തായാലും പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായ ഒരു സംരംഭമാണ് തുടങ്ങിയത്. അതിന് എല്ലാവിധ ആശംസകളും നേടുകയാണ്. കാരണം ഇവിടെ രാവിലെ പൊന്നല്ലൂരിൻ്റെ ഇവിടെ കൊട്ടാരക്കരയ്ക്ക് തന്നെ ഇവിടെ 9 ബസ് രാവിലെ 6 മണി കഴിയാതെ ഇവിടെ ബസ്സില്ല. അപ്പോൾ ഇത് രാവിലെ തന്നെ വരുമ്പോൾ തന്നെ കൊട്ടാരക്കരയ്ക്ക് പോകുന്നവർക്കും വളരെ ഉപകാരപ്രദമാണ്. ഓട്ടോ പിടിച്ച് പോകുന്നവരാണ് കൂടുതലും പേര്. ആശുപത്രിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുന്നവർ പുനലൂർ ഗവൺമെൻറ് ഓഫീസിൽ പോകുന്നവർക്ക് എല്ലാം ഇത് വളരെ പ്രയോജനകരമാണ്. തുടർന്നും പുത്തൂരിൻ്റെ വികസനത്തിന് ഇത്തരം ഇനിയും കൂടുതൽ സംരംഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിലവിൽ കൊട്ടാരക്കരയിൽ നിന്നും പുത്തൂർ വഴി രാത്രി 7:30 ശേഷം ബസ് സർവീസുകൾ ഇല്ല. പുതിയ സർവീസ് ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും.